ഓ, അറഫാ ദിനം കുഞ്ഞ് കേട്ടിട്ടുണ്ടോ ഈ പേര്? പക്ഷെ എന്താണെന്നറിയോ? പറഞ്ഞു തരട്ടെ. അറഫാ ദിനം എന്ന് പറഞ്ഞാല് ഈ ദുനിയാവിൽ പടച്ചോൻ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് ഏത്? അറഫാ ദിനം. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണത്. അപ്പൊ ഈ ദിവസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ കുഞ്ഞിന്? ഈ ദിവസത്തിൽ നമ്മൾ ചോദിക്കേണ്ടതൊക്കെ പടച്ചോൻ തരും. പടച്ചോൻ അപ്പൊ നമ്മൾ ഈ അറഫാ ദിവസം വരുമ്പോൾ വാപ്പിയുടെ കുഞ്ഞിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ വാപ്പിയുടെ പിന്നെ ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ അള്ള തരും. അപ്പൊ പ്ലാൻ ചെയ്ത് വെക്കണം. ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ പടച്ചോനോട് ചോദിക്കുന്നു. പ്ലാൻ ചെയ്ത് വെക്കൂലേ ഏട്ടാ? പ്ലാൻ ചെയ്ത് വെക്കണം. പിന്നെ എന്താണെന്നറിയോ? പടച്ചോൻ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് തന്നെ ദിവസമാണ്. അല്ല ഒരുപാട് ആൾക്കാരെ നരകത്തിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. മനസ്സിലായ? നമ്മൾ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ മനുഷ്യന്മാര്? അപ്പൊ പടച്ചോനോട് പടച്ചോനെ നീ എനിക്ക് പുറത്ത് തന്നെ ഇട്ടല്ലാന്ന് പറഞ്ഞാല് ആര് പുറത്തു തരും? അല്ല പുറത്തു തരും. പിന്നെ ഈ അറഫാ ദിവസം ഒരു നോമ്പ് സുന്നത്തുണ്ടടാ. അതായത് അറഫാ ദിവസത്തിലെ നോമ്പ് വെച്ചാല് കഴിഞ്ഞൊരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങൾ ആര് പുറത്തു തരും? അല്ല പുറത്തു തരും. അപ്പൊ അങ്ങനെ നോമ്പ് പിടിക്കണ ആർക്ക് ഭയങ്കര ഇഷ്ടമാണ്? അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ കുഞ്ഞ് നോമ്പ് പിടിക്കോ? നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ഈ പറഞ്ഞ മഹത്വം നിറഞ്ഞ അറഫാ ദിവസം വരുമ്പോൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ദുആ ചെയ്യണം. പാപം പൊറുക്കാൻ അള്ളാഹിനോട് തേടണം. പാപം പൊറുപ്പിക്കുന്ന ഒരു ദിക്റുണ്ട്, പഠിപ്പിച്ചു തരട്ടെ ഞാൻ. ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ സമ്പത്തും വർദ്ധിക്കും, നമ്മുടെ ദീർഘായുസ്സും വർദ്ധിക്കും. ഇല്ലേ, നമുക്ക് പൈസ കിട്ടും, നമുക്ക് ദീർഘായുസ് കിട്ടും, പെട്ടെന്ന് മരിക്കൂല. അങ്ങനൊരു ദിക്ർ മുത്തുനബി പഠിപ്പിച്ചു തരുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ സമ്പത്ത് കിട്ടാനും ദീർഘായുസിനൊന്നും വേണ്ടിയിട്ടല്ല ഇത് ചൊല്ലേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് ചൊല്ലണം. ഏതാ ദിക്ർ എന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, നീ എനിക്ക് പുറത്ത് തന്നോട്ടാ. അതാണ് ദിക്റിൽ പറയണത്. അപ്പൊ അവിടെ കുഞ്ഞ് പറയോ ഈ ദിക്ർ? കുറെ ചൊല്ലോ അറഫാ ദിവസം. എല്ലാവരോടും ചൊല്ലണം എന്ന് പറഞ്ഞേ. അള്ളാഹു അറഫാ ദിവസത്തിന്റെ പുണ്യം കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.